സർവ്വഭൂമിയും യഹോവയാം ദൈവത്തിൻ്റെ മഹത്വത്താൽ നിറയുമാറാകട്ടെ. പ്രിയവായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് മെയ് 24. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏപ്രിൽ എന്നാണ് പറഞ്ഞതെന്ന് എനിക്ക് ഒരു സംശയമുണ്ട്. ദയവായി അതിനെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇന്ന് മെയ് 24. ഒന്നാമത്തെ വായനാഭാഗം യോശുവ 10-ാം അധ്യായം. യോശുവയും ഇസ്രായേലും ഹായിയോടും ബാക്കി മുമ്പ് എരിഹോ രാജാവിനോടും ഒക്കെ ചെയ്തത് അറിഞ്ഞ്, അതുപോലെ ഗിബെയോൻ നിവാസികൾ ഇസ്രായേലിനോട് സഖ്യത ചെയ്തു എന്ന് പറഞ്ഞിട്ട് യെരൂശലേം രാജാവ് ഗിബെയോൻ രാജനഗരങ്ങളെ ഒന്നുപോലെ, അവർ വലിയ പട്ടണമൊക്കെയാണ്, അവർ പരാക്രമശാലികളുമായിരുന്നു. അവർ ഈ ഒരു വിഷയം കേട്ടതുകൊണ്ട് ഗിബെയോനോട് യുദ്ധം ചെയ്യണം, ഗിബെയോനെ നശിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഹെബ്രോൻ രാജാവിനോടും യമൂത്ത് രാജാവിനോടും ലാഖീഷ് രാജാവിനോടും എഗ്ലോൻ രാജാവിനോടും, അപ്പോൾ ഈ 5 രാജാക്കന്മാർ, അവർ ചെന്ന് ആ രാജാക്കന്മാരോട് പറഞ്ഞു, ഗിബെയോനെ നശിപ്പിക്കാൻ എൻ്റെ കൂടെ വരണമെന്ന്. അങ്ങനെ 5 അമോര്യ ഇവരെല്ലാം അമോര്യ രാജാക്കന്മാരാണ്. ഈ അമോര്യ രാജാക്കന്മാരും ഒന്നിച്ചു കൂടി അവർ ഗിബെയോനിലേക്ക് പാളയം ഇറങ്ങി അവിടെ യുദ്ധത്തിന് ചെന്നു. അപ്പോൾ ഗിബെയോനിയർ വന്ന് ഗിൽഗാലിലാണല്ലോ ഇസ്രായേൽ ജനമുള്ളത്. ഗിൽഗാൽ പാളയത്തിലേക്ക് യോശുവയുടെ അടുക്കൽ ആളുകളെ അയച്ചു പറഞ്ഞ്, ഞങ്ങൾ രക്ഷിക്കണം, ഇതാ ഈ രാജാക്കന്മാരും അവരുടെ പടയാളികളൊക്കെ ഞങ്ങൾക്കെതിരെ യുദ്ധത്തിന് വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പം അവിടെ യോശുവയോട് ദൈവം പറഞ്ഞു, നീ ഭയപ്പെടരുത്, ഞാൻ അവരെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവം യോശുവയോട് പറയുന്നു. അങ്ങനെ എഴുന്നേറ്റ് പുറപ്പെട്ട് യുദ്ധത്തിൽ ആ രാജാക്കന്മാരൊക്കെയും തോറ്റു. എന്നിട്ട് അവരെ ഓടിച്ചു. ഒരുപാട് അവരോടി, അവരുടെ പുറകെ ഇവർ ഓടി. ആ പോകുന്ന കൂട്ടത്തിൽ യഹോവ ദൈവം ആകാശത്തിൽ നിന്ന് വലിയ കല്ല് അവരുടെ മേൽ പെയ്യിച്ച് അവരെ കൊന്നു. ഇസ്രായേൽ മക്കൾ വാളുകൊണ്ട് കൊന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ കന്മഴയാൽ മരിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം ആണ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. എന്നിട്ട് യോശുവ ദൈവത്തോട് സംസാരിച്ചിട്ട് ഇസ്രായേൽ മക്കൾ കേൾക്കെ പറഞ്ഞൊരു കാര്യമാണ്, സൂര്യ നീ ഗിബെയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിൽ നിൽക്കാം എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനും ഇനി അങ്ങോട്ട് കാലം, അപ്പോൾ അവിടെ വെച്ച് കാലം നിൽക്കാം. അപ്പോൾ 3 മണിയായെങ്കിൽ പിന്നെ 3 മണി, അത് ആ 3 മണി തന്നെ കുറേ നേരത്തേക്ക് കഴിഞ്ഞാൽ പിന്നെ യോശുവ പറയുന്നവരെ. ഇങ്ങനെ ആകാശം മധ്യേ ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു സൂര്യൻ. യഹോവ ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ടനുസരിച്ച് ആ ദിവസം പോലെ ഒരു ദിവസം അതിന് മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ദൈവം പറഞ്ഞത് കേട്ട് യോശുവ പറഞ്ഞത് കേട്ട് ദൈവം പ്രവർത്തിച്ചു എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഒരു മനുഷ്യൻ പറയുകയാണ്, ദൈവം അത് ചെയ്തു കൊടുക്കുന്നു. ദൈവത്തോട് സംസാരിക്കുന്നു, ദൈവം കൽപ്പിക്കുന്ന പോലെ ഒരു കൽപ്പന. അതും സൂര്യനും ചന്ദ്രനും ഒക്കെയാണ്. സൂര്യനും ചന്ദ്രനും ഒക്കെ ആരെങ്കിലും കൽപ്പനയാൽ അങ്ങനെ നിൽക്കുമോ? അപ്പോൾ സൂര്യനും ചന്ദ്രനും യോശുവയുടെ കൽപ്പനയാൽ പിന്നെ അസ്തമിക്കാതെ നിൽക്കുന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം അതിന് മുമ്പും പിൻപും ഉണ്ടായിട്ടില്ല എന്ന് വചനം തന്നെ അവിടെ എഴുതിയിരിക്കുന്നത് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ദൈവം തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. അന്നൊരു പാളയത്തിലേക്ക് മടങ്ങി വന്നു. എന്നാൽ ആ രാജാക്കന്മാർ 5 പേരും മരിച്ചിട്ടില്ലായിരുന്നു. ഇവർ കിട്ടിയില്ല. അവർ മെക്കാദായിലെ ഗുഹയിൽ ഒളിച്ചിരിക്കുന്നു എന്ന് അവർക്ക് അറിവ് കിട്ടി. അങ്ങനെ യോശുവയും എല്ലാം അവിടെ ചെന്നു. ആ ഗുഹയുടെ ദ്വാരത്തിൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിട്ട് അത് ഗുഹ കാക്കേണ്ട ആളുകളെയൊക്കെ ആക്കിയിട്ട് ബാക്കി ജനത്തോട് കൽപ്പിച്ചു, നിങ്ങൾ പോയി ബാക്കി എല്ലാ ആൾക്കാരെയും പിന്തുടരാൻ പറഞ്ഞു. അങ്ങനെ അവരെ പിന്തുടർന്ന് അവരെല്ലാവരും ഒടുങ്ങും വരെ യോശുവ ഇസ്രായേൽ മക്കളും അവരിലൊരു മഹാസംഹാരം നടത്തി കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവരൊക്കെയും ഉറപ്പുള്ള പട്ടണങ്ങളിൽ പോയി ശരണം പ്രാപിച്ചു. എന്നിട്ട് തിരിച്ച് ജനമൊക്കെയും അന്ന് മക്കേദായിൽ പാളയത്തിൽ വന്നു. എന്നിട്ട് ആ രാജാക്കന്മാർ 5 പേരെയും പുറത്തു കൊണ്ടുവന്നു. അവരെല്ലാവരെയും കഴുത്തിൽ കാല് വയ്ക്കാൻ അധിപതിമാരോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇതുപോലെ മറ്റുള്ളവരോടും ദൈവം ചെയ്യും എന്നും പറഞ്ഞു. എന്നിട്ട്
ആ 5 രാജാക്കന്മാരെയും വെട്ടിക്കൊന്ന് കഴുത്തിൽ കയറ് കെട്ടി തൂക്കി. വൈകുന്നേരം വരെ തൂക്കി. സന്ധ്യയാകുന്നതിന് മുമ്പ് അവരെ ഇറക്കി ആ ഗുഹയ്ക്കകത്ത് തന്നെ ഇട്ടിട്ട് കല്ലുകൊണ്ട് കല്ലെറിഞ്ഞും ഒക്കെ ആയിട്ട് അതിന് പാറകഷ്ണങ്ങളും കല്ലുകളൊക്കെ കൊണ്ട് അതിൻ്റെ വായ മൂടി. എന്നിട്ട് ഗുഹയുടെ ദ്വാരത്തിൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ചു. ആ കല്ലുകളല്ല, അവിടെ ഒരു ഗുഹയുടെ ദ്വാരത്തിൽ വലിയൊരു കല്ല് ഉരുട്ടി വെച്ചു. അത് ഇന്ന് വരെയും അവിടെ ഇരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ എഴുതുന്ന കാലം വരെയും അതവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ് വായിക്കുന്നത്. പിന്നെ മക്കാദ രാജാവിനോട്, ലിബ്ന രാജാവിനോട്, ലാഖീഷിനോട്, അവിടുത്തെ രാജാവിനോടും ജനങ്ങളോടും, ഗസർ രാജാവിൻ്റെ ജനത്തെയും, എഗ്ലോന്, ഹെബ്രോന്, ദബീർ എന്നീ സ്ഥലങ്ങളിലൊക്കെയും ഈ രാജാവിനെയും ജനത്തെയും ഒക്കെ അവർ പിന്തുടർന്ന് നശിപ്പിച്ചു. ഇങ്ങനെ യോശുവ മലനാട്, തെക്കേദേശം, താഴ്വീതി, മലഞ്ചെരിവുകൾ എന്നിങ്ങനെയുള്ള ദേശമൊക്കെയും അവിടങ്ങളിലെ സകല രാജാക്കന്മാരെയും ജയിച്ചടക്കി. ഇസ്രായേലിൻ്റെ ദൈവമായ കൽപ്പിച്ചതുപോലെ അവൻ ഒരുത്തിനെയും ശേഷിപ്പിക്കാതെ സകല ജീവികളെയും നിർമൂലമാക്കി. യോശുവ കാദേശ് ബർന്നയ മുതൽ ഗസ വരെയും ഗിബയോൻ വരെയും ഗോഷേൻ ദേശമൊക്കെയും ജയിച്ചടക്കി. ഇവിടെ പറയുന്ന ഗോഷേൻ, നമ്മൾ നേരത്തെ ഒരു ഗോഷേൻ വായിച്ചിട്ടുണ്ട്. ഇസ്രായേൽ മക്കൾ ആദ്യം 70 പേർ കടന്നു വരുന്നത് മിസ്രൈമിലെ ഗോഷേനിലാണ് വന്ന് താമസിക്കുന്നത്. മിസ്രൈമിലെ ഗോഷേൻ അല്ലിത്, ഇത് കനാൻ ദേശത്തെ ഗോഷേനാണ്. ഗോഷേൻ ദേശമൊക്കെയും ജയിച്ചടക്കി. ഈ രാജാക്കന്മാരെയൊക്കെയും അവരുടെ ദേശത്തെയും യോശുവ ഒരേ സമയത്ത് പിടിച്ചു. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. പിന്നെ യോശുവയും എല്ലാ ഇസ്രായേലും ഗിൽഗാലിൽ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ ദൈവം ഒരിടത്തും തോൽക്കേണ്ടി വന്നില്ല. എല്ലായിടത്തും തങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ആരും നശിച്ചും പോയില്ല. അപ്പോൾ ഇവർ കാരണം ദൈവമായിരുന്നു അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. നമുക്കും നമ്മുടെ ജീവിതത്തിൽ പല പല വിഷയങ്ങളും, നമുക്ക് യുദ്ധം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഭൗതികമായ യുദ്ധമൊന്നും നമുക്ക് ചെയ്യേണ്ടി വരില്ല, അല്ലെങ്കിൽ വരില്ലായിരിക്കാം. എന്നാൽ ദൈനംദിന വിശ്വാസ ജീവിതത്തിൽ നമുക്ക് പല യുദ്ധങ്ങളുമുണ്ട്. ആ യുദ്ധങ്ങളൊക്കെ നാം ജയിക്കേണ്ടതാവുന്നു. സ്വന്തം ശക്തിയിലും ബുദ്ധിയിലും ആശ്രയിച്ചാൽ അത്തരം യുദ്ധങ്ങൾ, ആത്മീയ യുദ്ധങ്ങൾ ജയിക്കാൻ നമുക്ക് സാധിക്കില്ല. ഇന്ന് നമ്മൾ ഈ വായനാഭാഗങ്ങളിൽ കണ്ടതുപോലെ ദൈവം നമുക്ക് വേണ്ടി അത്തരം യുദ്ധങ്ങൾ ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വലിയ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ആത്മീയ യുദ്ധങ്ങൾ നമുക്ക് ജയിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് യോശുവ ദൈവത്തെ ആശ്രയിച്ചതുപോലെ, ദൈവത്തെ അനുസരിച്ചതുപോലെ, ദൈവം പറഞ്ഞത് കേട്ടതുപോലെ ഒക്കെ നമുക്ക് ദൈവത്തെ അനുസരിച്ചും ദൈവത്തെ വിശ്വസിച്ചും നമ്മുടെ ആത്മീയ യുദ്ധങ്ങളെല്ലാം നമുക്കും ജയിക്കാം. രണ്ടാമത്തെ വായനാഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം. ഇവിടെ അതിൻ്റെ ഒരു 27-ാമത്തെ വാക്യം വരെയും ഈ ഇന്നലെ നമ്മൾ തുടർന്ന് വന്ന ബാബേലിനെ കുറിച്ചുള്ള പ്രവാചകൻ തന്നെ. അതിൻ്റെ അവസാനത്തെ ഒരു 28 മുതൽ 32 വരെ ഫെലിസ്ത്യ ദേശത്തെക്കുറിച്ചുള്ള പ്രവചനവും ഉണ്ട്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു അധ്യായമാണ് യെശയ്യാ പ്രവചനം 14-ാം അധ്യായം. ലോകം മുഴുവനും തെറ്റിക്കിടക്കുന്ന അറിവിൻ്റെ അറിയേണ്ടതുപോലെ അറിയാതെ പറഞ്ഞത് കേട്ട് വിശ്വസിച്ച് തലമുറയായി വിശ്വസിക്കുന്ന ഒരു വിശ്വാസം, അതിൻ്റെ ശരിയായ വിശ്വാസം, ശരിയായ കാര്യം എന്തെന്ന് അന്വേഷിക്കാനുള്ളൊരു അവസരമാണ് നമുക്കിന്ന് ലഭിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തുടർന്നും ഇവിടെ ബാബേൽ രാജാവിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ബാബേൽ രാജാവിനെ ദൈവം അതായത് നശിപ്പിക്കും. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ, ഇന്നലത്തെ അധ്യായത്തിൽ കണ്ടല്ലോ. കൽദയരെ എങ്ങനെയാണ് ദൈവം കൈകാര്യം ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പം അങ്ങനെ യഹോവ യാക്കോബിനോട് മത്സരിഞ്ഞ്, 1-ാമത്തെ വാക്യമാണ്, ഇസ്രായേലിനെ വീണ്ടും തിരഞ്ഞെടുത്ത് സ്വദേശത്ത് അവരെ പാർപ്പിക്കും. അപ്പം എങ്ങനെയാണ് ഈ ആയിരിക്കുന്ന ബാബേൽ ദേശത്ത് നിന്ന് അവരെ വിടുവിച്ച് സ്വദേശത്ത് പാർപ്പിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. 70 വർഷത്തെ പ്രവാസത്തെക്കുറിച്ച് ഇന്നലെ പറഞ്ഞുവല്ലോ. വീണ്ടും തിരഞ്ഞെടുത്ത് സ്വദേശത്ത് അവരെ പാർപ്പിക്കും. അന്യജാതിക്കാരും അവരോട് യോജിച്ച് യാക്കോബ് ഗൃഹത്തോട് ചേർന്നുകൊള്ളും. ജാതികൾ അവരെ കൂട്ടി അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരും. ഇസ്രായേൽ ഗൃഹം അവരെ യഹോവയുടെ ദേശത്ത് ദാസന്മാരായി ദാസിമാരായി ആക്കിക്കൊള്ളും. ഏതാണ്? ജാതികളെ.
തങ്ങളെ ബദ്ധരാക്കിയവരെ അവർ ബദ്ധരാക്കുകയും തങ്ങളെ പീഡിപ്പിച്ചവരെ വാഴുകയും ചെയ്യും. അപ്പം ബദ്ധരാക്കി കൊണ്ടുപോയവരെ ബദ്ധരാക്കും, പീഡിപ്പിച്ചവരുടെ മേൽ വാഴുകയും ചെയ്യും. അങ്ങനെ ഇസ്രായേലിന് ഒരു നന്മയുള്ള കാലത്തേക്ക് മടക്കി വരുത്തും എന്നാണ് എഴുതിയിരിക്കുന്നത്. മൂന്നാമത്തെ വാക്യം മുതലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. യഹോവ നിന്റെ വ്യസനവും നിന്റെ കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന നിന്റെ കഠിനദാസ്യവും നീക്കി നിനക്ക് വിശ്രാമം നൽകുന്ന നാളിൽ നീ ബാബേൽ രാജാവിനെക്കുറിച്ച് ഈ പാട്ട് പാടും. എന്നിട്ട് പാടി തുടങ്ങുകയാണ്. പീഡിപ്പിക്കുന്നവൻ എങ്ങനെ ഇല്ലാതെയായി, സ്വർണ്ണ നഗരം എങ്ങനെ മുടിഞ്ഞുപോയി, യഹോവയുടെ ദുഷ്ടന്മാരുടെ വടിയും വാഴുന്നവരുടെ ചെങ്കോലും മുടിച്ചു കളഞ്ഞു. പാട്ടായതുകൊണ്ട് അങ്ങനെ പറഞ്ഞാണ്. ഒരിക്കലും ഈ ട്യൂണൊന്നും അല്ല. കാരണം ഭാഷ ഇത് നമ്മൾ വായിക്കുന്ന മലയാളത്തിലാണ്. അത് യെശയ്യാ പ്രവചനം എഴുതിയ ഭാഷയിൽ ആണ് ആ പാട്ട്. അതിൻ്റെ ട്യൂണും കാര്യങ്ങളും ഒക്കെ ടോട്ടലി വ്യത്യാസത്തിലുള്ളതായിരിക്കും. എന്നാൽ അത് ഏകദേശം അതിൻ്റെ എവിടെയാണ് 10, 30, 20 ഒക്കെ തന്നെ ആ പാട്ടിൻ്റെ തുടർച്ചയാണ്. 20 ഒക്കെ താഴോട്ട് തുടർച്ചയാണ്. ബാബേലിനെ കുറിച്ചുള്ള പാട്ടിൻ്റെ തുടർച്ചയാണ്. ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നിടത്ത് അത് ശ്രദ്ധിച്ച് വായിക്കണം. മൂന്നാമത്തെ വാക്യം മുതൽ വായിക്കണം. ബാബേൽ രാജാവിനെക്കുറിച്ച് ഈ പാട്ട് ചൊല്ലും. പീഡിപ്പിക്കുന്നവൻ എങ്ങനെ, ആരാണ് പീഡിപ്പിക്കുന്നവൻ? ബാബേൽ രാജാവ്. സ്വർണ്ണ നഗരം, ഏതാണ് സ്വർണ്ണ നഗരം? ബാബേൽ. യഹോവ ദുഷ്ടന്മാരുടെ വടിയും വാഴുന്നവരുടെ വാലും ഒടിച്ചു കളഞ്ഞു. ആരാണ് ദുഷ്ടന്മാർ, ആരാണ് വാഴുന്നവർ? കൽദയർ. വംശങ്ങളെ ഇടവിടാതെ ക്രോധത്തോടെ അടിക്കുകയും ആർക്കും അടിച്ചുകൂടാത്ത ഉപദ്രവത്വത്തിൽ ജാതികളെ കോപത്തോടെ ഭരിക്കുകയും ചെയ്തവനെ തന്നെ. ആരാണ്? ബാബേൽ രാജാവ്. ഈ ഇസ്രായേലിനോട് മാത്രമല്ല, ഒരുപാട് രാജ്യങ്ങളോട് ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. സർവ്വഭൂമിയും വിശ്രമിച്ച് സ്വസ്ഥമായിരിക്കുന്നു, അവർ ആർത്തുപാടുന്നു. സരളവൃക്ഷങ്ങളും ലെബനോനിലെ ദേവദാരുക്കളും നിന്നെക്കുറിച്ച് സന്തോഷിച്ചു. അപ്പം മുമ്പൊരു കാലം ഉണ്ടായിരുന്നു, ബാബേൽ രാജാവിനെക്കുറിച്ച് ലോകം മുഴുവൻ പ്രകീർത്തിക്കുകയും വലിയ മഹത്വം കാണുകയും ഒക്കെ ചെയ്തൊരു കാലം എന്ന് പറയാണ്. സരളവൃക്ഷങ്ങളും ലെബനോനിലെ ദേവദാരുക്കളും നിന്നെക്കുറിച്ച് സന്തോഷിച്ചു. നീ വീണ് കിടന്നത് മുതൽ ഒരു വെട്ടുകാരനും ഞങ്ങളുടെ നേരെ കയറി വരുന്നില്ല എന്ന് പറയുന്നു. നിന്റെ വരവിങ്കൽ നിന്നെ എതിർപ്പം നശിച്ച് മരിച്ചു. ആരാണ്? ബാബേൽ രാജാവ് മരിച്ചു. നിന്റെ വരവിങ്കൽ, നിന്റെ എന്ന് പറഞ്ഞാൽ ബാബേൽ രാജാവിൻ്റെ വരവിങ്കൽ നിന്നെ എതിരേൽപ്പാൻ താഴെ പാതാളം നിന്റെ നിമിത്തം ഇളകിയിരിക്കുന്നു. പാതാളത്തിൽ ആരും ജീവനുള്ളവരില്ല, ഒന്നുമില്ല. പക്ഷെ മരിച്ചവരൊക്കെ ഉണർന്ന് നിന്നെ സ്വീകരിക്കാനായിട്ട് കാത്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഭാവനയാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പം അത് നിന്നെ ചൊല്ലി സകല ഭൂപാലന്മാരുമായ പ്രേതന്മാരെ ഉണർത്തുകയും പല രാജാക്കന്മാർ ഇതുപോലെ മരിച്ചു കിടപ്പുണ്ട്. അവരെല്ലാവരും രാജാക്കന്മാരും സിംഹാസനങ്ങളിൽ എഴുന്നേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അവരൊക്കെയും നിന്നോട് നീ ഞങ്ങളെപ്പോലെ ബലഹീനായോ? ആരോട് ചോദിക്കുകയാണ്? ബാബേൽ രാജാവിലെ ശക്തിമാനും പ്രകീർത്തിയുള്ളവനും അതുപോലെ സകല രാജ്യങ്ങളെ അടക്കി വാണവനുമായ ഭയങ്കര ശക്തനായ ഒരു രാജാവാണ്. അപ്പോൾ അവരോട് ഈ മരിച്ചുപോയ രാജാക്കന്മാർ പാതാളത്തിലിരുന്ന് ചോദിക്കുന്നു എന്നുള്ള ഭാവനയാണ് അവിടെ പറയുന്നത്. നീ ഞങ്ങളെപ്പോലെ ഒരുവനായോ, ബലഹീനായോ? നീ ഞങ്ങൾക്ക് തുല്യനായി തീർന്നു. മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലല്ലേ, തുല്യനായി തീർന്നു എന്ന് പറയും. നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. നിന്റെ കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു, കൃമികൾ നിനക്ക് പുതപ്പായിരിക്കുന്നു. അങ്ങനെയാണല്ലോ, മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അടക്കപ്പെടുന്നതും മണ്ണിനകത്തേക്ക് പോകുമ്പോൾ കൃമി അവരെ തിന്ന് തീർക്കും. പുഴുക്കളെ വിരിച്ചിരിക്കുന്നു, കൃമികൾ നിനക്ക് പുതപ്പായിരിക്കുന്നു. എന്നിട്ട് പറയാണ്, ഇതേ ബാബേലിനോട് പറയാണ്, അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? അപ്പോൾ നീ ആകാശത്ത് നിന്ന് വീണു, നീ ആകാശത്തായിരുന്നല്ലോ, ഭയങ്കര ഉയരത്തിലായിരുന്നുവല്ലോ ബാബേൽ രാജാവേ. നീ അരുണോദയ പുത്രനായ ശുക്ര എന്നാണ് അവിടെ വായിക്കുന്നത്. അതിൽ നമ്മുടെ ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ അവിടെ ലൂസിഫർ എന്ന് കാണാം പല വെർഷനുകളിലും. അപ്പോൾ ലൂസിഫർ എന്ന് പറഞ്ഞിരിക്കുന്നത് ബാബേൽ രാജാവിനെയാണെന്ന് ഇത് ശ്രദ്ധയോടെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പം ആ ബാബേൽ രാജാവിനോട് പറയുകയാണ്, അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ നീ എങ്ങനെ വെട്ടേറ്റ് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞ ആരാ? ഈ ബാബേൽ രാജാവ് തന്നെയാണ്. എത്രയോ രാജ്യത്തെ ജനങ്ങളെ, എത്രയോ രാജാക്കന്മാരെ താഴ്ത്തിക്കളഞ്ഞ് അവരുടെ മേൽ സിംഹാസനം വെച്ചവനാണ്. ആ ബാബേൽ രാജാവിനോട് പറയാണ്, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമപർവ്വതത്തിൽ ഞാൻ ഇരുന്നരളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ ബാബേൽ രാജാവ് നീ ഹൃദയത്തിൽ പറഞ്ഞത്
എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിൻ്റെ അടിയിലേക്ക് തന്നെ വീഴും. നിന്നെ കാണുന്നവർ നിന്നെ ഉറ്റുനോക്കി ഭൂമിയെ നടുക്കുകയും രാജ്യങ്ങളെ കുലുക്കുകയും ഭൂതലത്തെ മരുഭൂമി പോലെ ആക്കുകയും അതിലെ പട്ടണങ്ങളെ ഇടിച്ചു കളയുകയും തൻ്റെ ബദ്ധന്മാരെ വീട്ടിലെ കഴിച്ചുവിടാതിരിക്കുകയും ചെയ്തവൻ ഇവനല്ലയോ, ഈ ബാബേൽ രാജാവല്ലയോ എന്ന് നിരൂപിക്കും. പ്രിയമുള്ളവരെ, ഇതൊക്കെ ബാബേൽ രാജാവിനെക്കുറിച്ച് ഇസ്രായേൽ ജനം ഭാവിയിൽ പാടാനിരിക്കുന്ന പാട്ടിലെ വരികളാണെന്ന് പ്രത്യേകം ഓർക്കണം. സംഭവിച്ചിട്ടില്ല, ഇനി ഒരിക്കൽ സംഭവിക്കും. സംഭവിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കഠിന ദാസ്യ വേലയൊക്കെ മാറ്റി നിങ്ങൾക്ക് വിശ്രാമം നൽകുന്ന നാളിൽ നിങ്ങൾ പാടുന്ന പാട്ടിലെ വരികളാണ് ഇതെന്നുള്ള മുൻകൂറായിട്ട് യെശയ്യാ പ്രവാചകൻ പറയുന്ന വരികളാണ്. ഇത് പാടുന്ന സമയത്ത് സംഭവിച്ചിട്ടില്ല, ഇതൊന്നും സംഭവിച്ചിട്ടില്ല. ബാബേൽ രാജാവ് വരാനിരിക്കുന്നതേ ഉള്ളൂ. ബാബേൽ രാജാവ് വരികയും ഇവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം ആ പ്രവാസത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തിന് വിടുതൽ കിട്ടുകയും വേണം. അപ്പോഴാണ് ഈ പാട്ട് പാടാൻ പോകുന്നത്. ആ പാടാൻ പോകുന്ന പാട്ടിലെ വരികളിലാണ് ഈ പറഞ്ഞ അരുണോദയപുത്രനായ ശുക്ര, നീ ലൂസിഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ ശുക്രൻ എന്ന് പറയുന്നതും ഇംഗ്ലീഷിൽ മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്നതും അല്ലെങ്കിൽ വീനസ് അല്ലേ, വീനസ് ആണെന്ന് തോന്നുന്നു. വീനസ് ആണോ മെർക്കുറിയാണ്? വീനസ്. ആ വീനസ് ആണ് ശുക്രൻ. അത് ഒരു ഭാഷയിൽ മലയാളത്തിൽ ശുക്രൻ എന്ന് പറയും, ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ അതിനെ വീനസ് എന്ന് പറയും. അപ്പോൾ അത് വേറൊരു ഭാഷയിൽ ഗ്രീക്കിലെ ഭാഷയിലാണെന്ന് തോന്നുന്നു അതിനെ ലൂസിഫർ എന്ന് പറയുന്നത്. അപ്പോൾ വേറൊരു ഭാഷയിലെ ഇതേ ശുക്രൻ്റെ വേറൊരു ഭാഷയിലെ നാമം മാത്രമാണ് ലൂസിഫർ. അതൊരിക്കലും പിശാചിൻ്റെ പേരല്ല എന്ന് ഈ ദിവസമെങ്കിലും, ഇന്ന് ഈ വായന കേൾക്കുന്ന സമയത്തെങ്കിലും പ്രിയ സഹോദര സഹോദരി താങ്കൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത്. എനിക്കും പറയാനുള്ളത് അത് തന്നെയാണ്. ബൈബിളും അത് തന്നെയാണ് പറയുന്നത്, ഞാനും അത് തന്നെയാണ് പറയുന്നത്. ഇവിടെ ഒരു പിശാചോ സാത്താനോ ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ ഈ ബാബേൽ രാജാവായ നെബൂഖദ്നേസറോ അല്ലെങ്കിൽ ബാബേൽ രാജാവ് നെബൂഖദ്നേസർ മാത്രമല്ല, ബാബേൽ രാജാവായ വേറെ ഇവിടെ നെബൂഖദ്നേസർ രാജാവിനെ കുറിച്ച് ആയിരിക്കും ചിലപ്പോൾ പാടുന്നത്. പക്ഷേ ബാബേലിരുന്ന എല്ലാ അതിനുശേഷം പല രാജാക്കന്മാരും ബാബേലിൽ വന്നിട്ടുണ്ട്. നെബൂഖദ്നേസർ രണ്ടാമനൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ബാബേൽ രാജാവിനെ കുറിച്ചുള്ള പാട്ടാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. നമ്മളെ പല സ്ഥലത്തിലും വഴിതെറ്റിച്ച ഒരു അധ്യായമാണ് അല്ലെങ്കിൽ വിവരണമാണ് ഇവിടെ ഉള്ളത്. ഇത് നമ്മുടെ പഴയ തലമുറ ഇത് പറഞ്ഞു കേട്ടതുകൊണ്ട് നമ്മളും വിശ്വസിച്ചു. നമ്മളിനി നാളെ നമ്മുടെ പുതിയ തലമുറയോടും നമ്മൾ പഠിപ്പിക്കുന്ന ആളുകളോടും ഒക്കെ ഇത് പറഞ്ഞാൽ അവരും ഇത് വിശ്വസിക്കും. അങ്ങനെയാണ് ഇത് തലമുറയായിട്ട് ഈ വിശ്വാസം നമ്മുടെ ഇടയിലും വന്നത്. ബഹുഭൂരിപക്ഷം ക്രിസ്തീയ വിശ്വാസികളും വിശ്വസിക്കുന്നൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന അരുണോദയപുത്രനായ ശുക്രൻ വീനസ് അല്ലെങ്കിൽ ലൂസിഫർ എന്ന് പറയുന്നത് പിശാചാണ് എന്നുള്ളത്. ദയവ് ചെയ്ത് ഇത് അങ്ങനെയല്ല എന്നുള്ളത് ഒരിക്കൽ കൂടി പറഞ്ഞുകൊള്ളട്ടെ. അത് ആ കാര്യത്തെ സംബന്ധിച്ച് അവിടെ കഴിയുന്നു. പിന്നെ നമ്മൾ അവൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ, അധ്യായത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പം ഫെലിസ്ത്യ ദേശത്തേക്കുള്ള പ്രവചനത്തോടു കൂടിയാണ് 14-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. 3-ാമത്തെ വായനാഭാഗം തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൻ്റെ 6-ാമത്തേതും അവസാനത്തേതുമായ അധ്യായങ്ങൾ. കുറച്ച് വാക്യങ്ങളെ ഉള്ളൂ, മറ്റധ്യായങ്ങളെപ്പോലെ തന്നെ. ഇവിടെ ഇവരോട് പറയുന്നൊരു കാര്യം, യജമാനന്മാരെ, അതായത് നിങ്ങളുടെ യജമാനന്മാരെ സകല മാനത്തിലും യോഗ്യന്മാർ എണ്ണണം. കാരണം ദൈവനാമവും ഉപദേശവും ദുഷിക്കപ്പെടാതിരിപ്പാൻ നിങ്ങൾ നിങ്ങളുടെ സീനിയേഴ്സിനെ, നിങ്ങളുടെ യജമാനന്മാരെ, നിങ്ങളുടെ വേലയ്ക്കാക്കുന്നവരെ നിങ്ങൾ ബഹുമാനിക്കേണ്ടതാവുന്നു. അപ്പം സഭകളിൽ മൂപ്പന്മാർ കാണും, പല സുവിശേഷ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ടാവും. ആദ്യകാലങ്ങളിൽ സുവിശേഷ പ്രവർത്തനം തന്നെയായിരുന്നു പ്രധാന ഒരു കർത്തവ്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. സുവിശേഷ പ്രവർത്തനം നടക്കുന്നു, അതുപോലെ അപ്പം നുറുക്കാൻ വേണ്ടി കൂടുന്നു, അവർ പെരുന്നാളുകൾ ആചരിക്കുന്നു, ശബത്ത് ആചരിക്കുന്നു, അങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നൊരു കാലം. അപ്പോൾ അവിടുത്തെ ഒരു പ്രധാന കാര്യമാണ് സുവിശേഷം മറ്റുള്ളവർ. അതിന് ഒരാൾ പോരല്ലോ, സഭയുടെ പ്രധാനപ്പെട്ട മൂപ്പനോ അല്ലെങ്കിൽ സഭയുടെ നേതാവോ ഒന്നും പോരാ. അവിടെയെല്ലാം പുതിയ ആൾക്കാർ വിശ്വാസത്തിലേക്ക് വരുന്നവർ നേതൃത്വത്തിൽ വരേണ്ട ആവശ്യമുണ്ട്. അവരാണ് സുവിശേഷം അറിയിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അവരുടെ യജമാനന്മാരെ സകല മാനത്തിലും യോഗ്യന്മാർ എണ്ണണം എന്ന് പറയുന്നതിൻ്റെ കാര്യം, അല്ലെങ്കിൽ ദൈവനാമവും വചനവും ഉപദേശവും ഒക്കെ ദുഷിക്കപ്പെടാനിടയുണ്ട്, അതിനിടയാക്കാൻ പാടില്ല എന്നാണ്. പ്രത്യേകം നമ്മൾ ഈ അധ്യായങ്ങളിലൊക്കെ കാണേണ്ട ഒരു കാര്യം,
ഈ സഭകളിലൊന്നും പുരോഹിതന്മാരില്ല എന്നുള്ളതാണ്. പുരോഹിതന്മാരില്ലാതിരുന്ന കാലമാണ് അത്, അല്ലെങ്കിൽ പുരോഹിതന്മാരില്ല. കാരണം എന്താണ്? യേശുക്രിസ്തുവാണ് പുരോഹിതൻ. ആ ഒരു പുരോഹിതനേ ഉള്ളൂ, ആ ഒരു ഏക മഹാപുരോഹിതനേ ഉള്ളൂ ഇന്ന് മനുഷ്യർക്കും ദൈവത്തിനും ഇടയിൽ ദൈവം നിയമിച്ചിരിക്കുന്നത്. പഴയ നിയമകാലത്ത് പുരോഹിതന്മാരുണ്ടായിരുന്നു, യാഗപീഠങ്ങളുണ്ടായിരുന്നു, അവിടെ അറക്കപ്പെടാൻ പക്ഷികളും കാളകളും ആടുകളും ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നുമില്ല. ഇന്ന് പുരോഹിതന്മാരുടെ ആവശ്യമില്ല, കാരണം യേശു പുരോഹിതനായി. യാഗപീഠമില്ല, യാഗം നിർത്തലാക്കി. കാളകളും പക്ഷികളും ആടുകളും ഒന്നും മരിക്കേണ്ട കാര്യമില്ല, കാരണം അവയൊക്കെ നിഴലായിരുന്നു, അവയ്ക്ക് പൊരുളായിരുന്ന യേശുക്രിസ്തു ആ യാഗമായതുകൊണ്ട് ഇനി ആ യാഗങ്ങൾക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല. യാഗവുമില്ല, യാഗപീഠമില്ല, യാഗമൃഗങ്ങളില്ല, പുരോഹിതന്മാരില്ല, ഇതൊന്നുമില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. അതാണ് അതിൻ്റെ കാരണം. ഇന്ന് ഈ കാലങ്ങളിൽ സഭയിൽ പുരോഹിതന്മാരില്ല, ഏക മഹാപുരോഹിതനേ ഉള്ളൂ. ആ കാലം മുതൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവിടെ പുരോഹിതന്മാരുടെ കാലം അവസാനിക്കുകയാണ്. അപ്പോൾ കേൾക്കുന്ന ആളുകൾ ചോദിക്കും, ഇന്ന് പുരോഹിതന്മാരുണ്ടല്ലോ, പൗരോഹിത്യമുണ്ടല്ലോ, വലിയ പുരോഹിത ശ്രേഷ്ഠന്മാരുണ്ടല്ലോ എന്നൊക്കെയും തിരിച്ചെന്നോട് ചോദിച്ചാൽ അതിന് നിങ്ങൾ തന്നെ അതിനുള്ള ഉത്തരം കണ്ടെത്തിക്കൊള്ളുക എന്നാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ഞാൻ വചനത്തിലെ കാര്യമാണ് പറഞ്ഞത്. അതിന് ഞാൻ പ്രത്യേകിച്ച് ഒരു കമൻറ്റും അതിനെ സംബന്ധിച്ച് പറയുന്നില്ല. അത് കേൾക്കുന്നവരുടെ ചിന്തിക്കുന്നവരുടെ സ്വാതന്ത്ര്യത്തിന് വിടുകയാണ്. വേറൊരു കാര്യം താഴോട്ട് വരുമ്പോൾ, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് ഞാൻ വിചാരിക്കാം. അത് ഈ ഉത്തരവാദിത്തത്തിലിരിക്കുന്ന ദാസന്മാരായ അല്ലെങ്കിൽ ശുശ്രൂഷകന്മാരായ ഉപദേശകന്മാരായ ഒക്കെ ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. ഇടയന്മാരായിരിക്കുന്ന ആളുകളെക്കുറിച്ചാണ്. അവരോട് പറയുന്നതാണ്, നിങ്ങൾക്ക് ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ അത് മതി എന്ന് വിചാരിക്കണം. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് വീർത്തിരിക്കുന്നു. അതിൽ നിന്ന് അസൂയ, ശണ്ട, ദൂഷണം, ദുഷ്സംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു. അപ്പം ഇത് ഒരു തർക്കത്തിന് വേണ്ടി കൊണ്ടു നടക്കേണ്ട കാര്യമല്ല. തർക്കം നമുക്കില്ലതാനും. പറയാനുള്ള കാര്യങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറയുക, മനസ്സിലാക്കി കൊടുക്കുക, ഇതാണ് സത്യമെന്ന് അറിയിക്കുക എന്നുള്ളതല്ലാതെ അവർക്കതിന് യോഗ്യതയുണ്ടെങ്കിൽ, അവർക്കത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ മനസ്സിലാവും, ഇല്ലെങ്കിൽ വീണ്ടും അത് മനസ്സിലാക്കി കൊടുക്കാൻ ആവശ്യമായ കൂടുതൽ തെളിവുകളിലേക്കൊക്കെ നമ്മൾ പോകേണ്ടി വരും. അല്ലാതെ തർക്കത്തിലേക്കൊന്നും പോകേണ്ട ഒരു വിഷയമേ ഇല്ല, തർക്കമില്ല. അപ്പോൾ ഇത് ചിലർക്കത് ദൈവഭക്തി ഒരു ആദായമാണ്. ഇന്നത്തെ കാലത്ത് നമുക്കത് കാണാൻ പറ്റും. ദൈവത്തിൻ്റെ ഭക്തി, ദൈവം പലർക്കും ആദായത്തിനൊരു വഴിയാണ്. പക്ഷെ അവർ അതിനെ അങ്ങനെയാണ് കാണുന്നത്. അത് എല്ലാ സമൂഹങ്ങളിലും, എല്ലാ ജാതികളിലും, എല്ലാ മതങ്ങളിലും ഉണ്ട് അത്തരം ആൾക്കാർ. ദൈവത്തിൻ്റെ ഭക്തി എന്ന് പറഞ്ഞ് ആ ഭക്തന്മാരുടെ കയ്യിൽ നിന്ന് പല മെറ്റീരിയൽസ്, അതായത് ഭൗതിക നേട്ടങ്ങൾ കൊയ്ത് ജീവസന്ധാരണം നടത്തുകയും സ്വത്തുകൾ കുമിച്ചു കൂട്ടുകയും ചെയ്യുന്ന ആൾക്കാർ ഉണ്ട്. അത് ലോകത്തുണ്ട്, എല്ലാ ജാതികളിലും ഉണ്ട്. അപ്പോൾ അത് അവിടെ തന്നെ പറയുന്നത് അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായം തന്നെയാണ് താനും എന്നും പറയുന്നുണ്ട്. നമ്മൾ ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനും കഴിയില്ല. അതും പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിനെ ഓർപ്പിക്കുന്നു. ദ്രവ്യാഗ്രഹത്തെക്കുറിച്ച് പലതും ഒരു കാര്യം പറയാം. ദ്രവ്യാഗ്രഹം സകല ദോഷത്തിനും മൂലമല്ല. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം ഉഴന്ന് ദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നു. അപ്പം അതും നീ ഓർക്കണം. അപ്പം അതുകൊണ്ട് ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യ സംഹാര നാശങ്ങളിൽ മുങ്ങിപ്പോവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്ക് ഇരയായി തീരുകയും ചെയ്യുന്നു. അതുകൊണ്ട് ധനികനാകുവാനൊന്നും ആഗ്രഹിക്കരുത് എന്നുള്ളതാണ് ഒരു ദൈവവേലക്കാരനോട് പൗലോസ് അപ്പോസ്തലൻ്റെ ഉപദേശം. നീയോ, അപ്പോൾ തിമോഥെയോസിനോട് പറയുന്നത് തിമോഥെയോസിനോട് മാത്രമല്ല, പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വേലക്കാർക്ക് വേണ്ടിയും പറയുന്നത്, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനാണ്. അതുകൊണ്ട് അതൊക്കെയും വിട്ട് ഓടിയിട്ട് നീതി,
ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവ നീ പിന്തുടരണം. അല്ലാതെ ധനത്തിനെ പിന്തുടരരുത്. നിനക്ക് ആഹാരത്തിന് ആവശ്യമുള്ളതും മറ്റു കാര്യങ്ങളൊക്കെ ദൈവം നിന്നെ വിളിച്ച വിശ്വസ്തനായ ദൈവം നിൻ്റെ കാര്യങ്ങൾ വല്ല ഭംഗിയായി ചെയ്യും. അതുകൊണ്ട് നീ നിൻ്റെ ഭാവിയെ സംബന്ധിച്ച് ആകുലപ്പെട്ട് എന്തുടുക്കും, എന്ത് തിന്നും എന്നൊക്കെ ചിന്തിച്ച് നീ സമ്പത്തുണ്ടാക്കാൻ വേണ്ടി പുറപ്പെടരുത് എന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. വിശ്വാസത്തിൻ്റെ നല്ല പോര് പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട് അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. അപ്പം നിൻ്റെ സാക്ഷ്യം പലരിലും നീ സ്വീകാരനാണ്. നിൻ്റെ സാക്ഷ്യത്തെ സംബന്ധിച്ച് നിനക്ക് ജനത്തിനിടയിലൊരു പ്രശംസയുണ്ട്, ഒരു മതിപ്പുണ്ട്. അത് നീ നഷ്ടപ്പെടുത്തരുത്. നീ നിഷ്കളങ്കരും നിരപവാദ്യനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത വരെ കാത്തുകൊള്ളുകയാണ്. നീ പ്രത്യക്ഷത വരെ കാക്കണമെന്ന് പറഞ്ഞാൽ നിനക്കത് പ്രത്യക്ഷത വരെ കാക്കാനൊത്തില്ല. നീ നേരത്തെ മരിച്ചു പോയാൽ ആ മരണം വരെ അത് കാക്കണം. മരണം വരെ ആണെങ്കിൽ മരണം വരെ, ക്രിസ്തുവിൻ്റെ വരവ് വരെ നീ ജീവിച്ചിരിക്കുന്നതിന് അതുവരെ നീ കാക്കണം എന്നാണ് അവിടെ പറയുന്നത്. എന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയാസ് പീലാത്തോസിൻ്റെ മുമ്പിൽ നല്ല സ്വീകാരം കഴിച്ച യേശുക്രിസ്തുവിനെയും സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇനി തിമോഥെയോസിൻ്റെ 2-ാം ലേഖനവും തീത്തോസിൻ്റെ ലേഖനത്തിലൊക്കെ ഉണ്ട്. അതിൽ പുതിയ വേറെ പല കാര്യങ്ങളും പറയും. എങ്ങനെയാണ് കൂടുതൽ വിശദമായ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ അവിടെ പറയും. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, അത് കഴിഞ്ഞ് പറയുകയാണ് ധന്യനായ ഏകാധിപതിയും. അപ്പം തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ, ഞാൻ പൊന്തിയോസ് പീലാത്തോസിൻ്റെ മുമ്പിൽ നല്ല സ്വീകാരം കഴിച്ച യേശുക്രിസ്തുവിനെ സാക്ഷി വെച്ച് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും. ആരാണ് ധന്യനായ ഏകാധിപതി? യഹോവയായ ദൈവം. രാജാധി രാജാവ് യഹോവയായ ദൈവം. കർത്താതി കർത്താവ് യഹോവയായ. താൻ മാത്രം അമർത്യതയുള്ളവൻ എന്നാണ് പറയുന്നത്. താൻ മാത്രം അമർത്യതയുള്ളവൻ, തനിക്ക് മാത്രമേ അമർത്യതയുള്ളൂ. അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ആരാണ്? യഹോവയായ ദൈവം. മനുഷ്യരാരും കാണാത്തവനും, ദൈവത്തെ ആരും കണ്ടിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. മനുഷ്യരാരും ഇതുവരെ കണ്ടിട്ടില്ല. കാണുവാൻ കഴിയാത്തവനുമായവൻ. അതെല്ലാം യഹോവയായ ദൈവത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ദൈവത്തെ ആരും കണ്ടിട്ടില്ലെന്നും ദൈവത്തെ ആർക്കും കാണാൻ കഴിയുകയില്ലെന്നും അവിടെ എഴുതിയിരിക്കുന്നു. തക്ക സമയത്ത് ആ പ്രത്യക്ഷത, ഏത് പ്രത്യക്ഷത? യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത ഈ ദൈവം വരുത്തും. ഈ ദൈവത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ധന്യനാണ്, ഏകാധിപതിയാണ്, രാജാക്കന്മാരുടെ മേലുള്ള രാജാക്കന്മാരാണ്, അധികാരികളുടെ മേലുള്ള അധികാരിയാണ്, കർത്താതി കർത്താവാണ്, താൻ മാത്രം അമർത്യതയുള്ളവനാണ് എന്ന് പറഞ്ഞാൽ വേറെ ആർക്കെങ്കിലും അമർത്യത കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ദൈവം കൊടുത്തതാണെന്നർത്ഥം. ദൈവദൂതന്മാർ അമർത്യതയുള്ളവരാണ്. ആ ദൈവദൂതന്മാർക്ക് അമർത്യത കൊടുത്തത് ദൈവമാണ്. അതുപോലെ യേശുക്രിസ്തു ഇന്ന് അമർത്യനാണ്. മുമ്പ് അമർത്യനായിരുന്നില്ല. മുമ്പ് മർത്യനായിരുന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ശേഷം ദൈവം അമർത്യത കൊടുത്തു. അപ്പോൾ യേശുക്രിസ്തു അമർത്യനാണല്ലോ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന് അമർത്യത കൊടുത്തതല്ലേ. ദൂതന്മാർ അമർത്യനാണെന്ന് പറഞ്ഞാൽ ദൂതന്മാർക്കും ദൈവം അമർത്യത കൊടുത്തതല്ലേ. അപ്പം ജന്മം കൊണ്ടും അല്ലെങ്കിൽ എന്താ പറയുന്നത്, ആദിയും അന്തവും ഇല്ലാത്ത, അതായത് തുടക്കവും അവസാനവും, ആൽഫ ഒമേഗ എന്നൊന്നുമില്ല. ആൽഫ തുടക്കം ഉണ്ട്, ഒമേഗ അവസാനവും ഉണ്ട്. എന്നാൽ ആൽഫയും ഒമേഗയും അല്ലേ, ആൽഫയും ഒമേഗയും അല്ല. കാരണം ആദ്യം അന്ത്യം അറിയത്തില്ല. അപ്പോൾ അതേസമയം ആൽഫബറ്റിൽ എയും സെഡും ഒക്കെ അറിയാം, ആൽഫയും ഒമേഗയും ഒക്കെ അറിയാം, എവിടെ തുടങ്ങി എവിടെ അവസാനിക്കും. പക്ഷേ അവിടെ ആദ്യം അന്ത്യം ഇല്ലാത്തവനാണ് ദൈവം. അതുകൊണ്ട് ദൈവം തന്നെ അമർത്യതയുള്ളവനാണ്. എന്നാൽ ബാക്കി അമർത്യതയുള്ളവർക്കെല്ലാം ദൈവം അമർത്യത കൊടുത്തതാണ്. അപ്പം അങ്ങനെ താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും. അപ്പോൾ ദൈവത്തെ നമ്മൾ വായിക്കുന്നതൊക്കെയും ദൈവത്തിൻ്റെ ശോഭ, ദൈവത്തിൻ്റെ ചുറ്റുമുള്ള ശോഭ, അതിൻ്റെ അടുത്ത് ആർക്കും എത്താൻ കഴിയത്തില്ല. അതുപോലെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും. മനുഷ്യരാരും കണ്ടിട്ടില്ല, ആർക്കും കാണാൻ കഴിയുകയുമില്ല. കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. ആ ദൈവത്തിന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ എന്നാണ് ആ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത വരുന്നതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. യേശുക്രിസ്തു രണ്ടാമത് വരുന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ദൈവം അത് ചെയ്യും, ദൈവം അത് സംഭവിപ്പിക്കും എന്നാണ് പറയുന്നത്.
എന്നിട്ട് അതിൻ്റെ താഴെ നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിനും വരുംകാലത്തേക്ക് നല്ലൊരടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കണം. ഇത് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നത് മാത്രമല്ല, നീ മറ്റുള്ളവരോട് ആജ്ഞാപിക്കേണ്ട കാര്യവുമാണിത്. അല്ലയോ തിമോത്തിയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ജ്ഞാനം എന്ന് വ്യാജമായി പേർ പറയുന്നതിൻ്റെ ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കുക. അപ്പം ജ്ഞാനം എന്ന് വ്യാജമായി പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ചെയ്ത് ഭക്തിവിരുദ്ധങ്ങളായ വൃഥാലാപങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ആളുകൾ സമ്പത്തുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ വായിച്ചല്ലോ. എന്നിട്ട് പറയണം, ആ ജ്ഞാനം, ഇപ്പം ഇവിടെ പറഞ്ഞ ജ്ഞാനം ചിലർ സ്വീകരിച്ച് വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു. അപ്പോൾ അത് സംഭവിക്കും, അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് നീ ആ കാര്യത്തെ സംബന്ധിച്ചൊക്കെ സൂക്ഷിക്കണം. നിനക്ക് ഉപദേശിക്കാനുള്ള ആളുകളെ നീ ഇത് ഉപദേശിക്കുകയും വേണം. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഒന്നാമത്തെ ലേഖനം അവസാനിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടതായ പല കാര്യങ്ങൾ, ദൈവത്തെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം വരെ നമ്മളിവിടെ വായിക്കുന്നുണ്ട്. ഇത് ഇന്ന് ഈ നമ്മൾ ധന്യനായ ഏകാധിപതിയൊക്കെ പറഞ്ഞ ഭാഗത്ത് അങ്ങനെ ആ ഒരു വിശ്വാസമാണോ താങ്കൾക്ക് ഉള്ളതെന്ന് താങ്കൾ പരിശോധിക്കേണ്ടതാണ്. ദൈവത്തെ സംബന്ധിച്ച് താങ്കൾക്കുള്ള വിശ്വാസം ഈ 15-16 വാക്യങ്ങളിൽ, 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളിൽ കാണുന്ന തരത്തിലുള്ള ഒരു വിശ്വാസമാണോ താങ്കൾക്കുള്ളതെന്ന്. അതിപ്പോൾ ഞാനും പരിശോധിക്കണം, താങ്കളും പരിശോധിക്കണം, എല്ലാവരും പരിശോധിക്കണം. ബൈബിൾ വായിക്കുന്ന എല്ലാവരും പരിശോധിക്കേണ്ട ഒരു പരിശോധനയാണ്, ഞാൻ വിശ്വസിക്കുന്ന ദൈവം ഈ പറഞ്ഞിരിക്കുന്ന പോലെയാണോ എന്നുള്ള പരിശോധന നടത്തണം. ഇത് പരിശോധന നടത്തണമെന്ന് പറഞ്ഞാൽ ഒരു കാര്യവും അടിച്ചേൽപ്പിക്കാനല്ല. വചനപ്രകാരമുള്ള ദൈവം പറയാത്ത കാര്യങ്ങളിലുള്ള പഠനവും അറിവും വിശ്വാസവും നമ്മളെ എങ്ങും എത്തിക്കില്ല. നമ്മൾ എന്തിനു വേണ്ടിയാണ് പുസ്തകം വായിക്കുന്നത്? നല്ല കാറ് വാങ്ങിക്കാനാണോ? വസ്തുവകകൾ വാങ്ങിക്കാനാണോ? മക്കളുടെ നല്ല വിദ്യാഭ്യാസത്തിനും ജോലിക്കുമാണോ? മറ്റെന്തെങ്കിലും ഭൗതിക കാര്യങ്ങൾക്കാണോ? അത് ബൈബിൾ വായിക്കാത്തവരും ബൈബിൾ സൂക്ഷിക്കാത്തവരും ക്രിസ്ത്യാനികളല്ലാത്തവരും, എന്തിനേറെ പറയുന്നു, ദൈവമില്ല എന്ന് പറയുന്നവർ പോലും ഈ പറഞ്ഞ ഭൗതിക നേട്ടങ്ങളൊക്കെ അനുഭവിച്ച് സുഖമായി സ്വസ്ഥമായി ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. അതിനൊന്നും ബൈബിൾ എടുക്കേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ എന്താണ്? ബൈബിളിൽ മാത്രം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അന്വേഷിക്കുക എന്നുള്ളതാണ്. ബൈബിളിൽ മാത്രമേ അതുള്ളൂ. ബൈബിളിൽ മാത്രം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് ഈ ലോകത്ത് കാണുന്ന സകല പുസ്തകങ്ങളിൽ നിന്നും സകല ഉപദേശങ്ങളിൽ നിന്നും സകലത്തിൽ നിന്നും വ്യത്യസ്തമാണ്, വേർതിരിക്കപ്പെട്ടതാണ്, ഹോളിയാണ്. ദൈവം വേർതിരിക്കപ്പെട്ടതാണ്, ദൈവത്തിൻ്റെ ഉപദേശങ്ങൾ വേർതിരിക്കപ്പെട്ടതാണ്, ഈ പുസ്തകം വേർതിരിക്കപ്പെട്ടതാണ്, ഈ ദൈവത്തിൻ്റെ ജനം വേർതിരിക്കപ്പെട്ടതാണ്, ദൈവത്തിൻ്റെ തന്നിരിക്കുന്ന പ്രത്യാശ വേർതിരിക്കപ്പെട്ടതാണ്, ദൈവം തരുന്ന സമ്മാനം വേർതിരിക്കപ്പെട്ടതാണ്. ഇത് മറ്റ് ലോകത്തൊരിടത്തും കാണാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ബൈബിള് വായിച്ചിട്ട് ഭൗതിക സമ്പത്തും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ആരെങ്കിലും ബൈബിൾ വായിക്കുന്നത് അല്ലെങ്കിൽ ഈ വിശ്വാസത്തിലിരിക്കുന്നതെങ്കിൽ അത് വ്യർത്ഥമായ കാര്യമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിരീശ്വര ദൈവമില്ല എന്ന് പറയുന്നവർ പോലും അവർക്ക് ഈ കാര്യങ്ങളെല്ലാം ലഭിക്കുന്നുണ്ട്. അതിന് ബൈബിൾ എടുക്കേണ്ട യാതൊരു കാര്യമില്ല. എന്തിനാണ് ബൈബിൾ എടുക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ബൈബിളിലെ ഉപദേശം എന്നത് വ്യക്തമായി പരിശോധിക്കുക. അവിടെയാണ് ഇവിടുത്തെ 15-16 വാക്യങ്ങളുടെ പ്രാധാന്യം പറയുന്നത്. 15-16 വാക്യങ്ങളിൽ കാണുന്ന ദൈവത്തെ സംബന്ധിച്ചുള്ള വിശ്വാസത്താൽ, വിശ്വാസത്താൽ നടന്നാൽ മാത്രമേ താങ്കൾക്ക് ബൈബിൾ പറയുന്ന സമ്മാനം, പ്രോമിസ്, വാഗ്ദത്തം ലഭിക്കുകയുള്ളൂ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വായനാഭാഗത്തോടു കൂടി 3 വായനാഭാഗങ്ങളിലൂടെ അവസാനിക്കുന്നു. നാളെ പുതിയ വായനാഭാഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതരായിരിക്കുവാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു.